ഇതുപോലെ ക്രാക്കുകൾ വരും. ക്വാളിറ്റിയുള്ള ഗ്രാനൈറ്റ് ആണെന്നും പറഞ്ഞ് ഒരുപാട് ക്രാക്കുള്ള മെറ്റീരിയൽ എടുപ്പിച്ച കടക്കാരൻ ഉൾപ്പെടെ എടുത്തതാണ്. ഇപ്പോ കുറെ നാളുകളായിട്ട് തന്നെ, അതായത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് വന്നു തുടങ്ങി. ഒരുപാടായപ്പോഴത്തേക്കാണ് സംഭവം പിടികിട്ടി, നമ്മൾ പറ്റിക്കപ്പെട്ടു എന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ, നമുക്കറിയാം എല്ലാവരും വീട് പണിയുന്നത് ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങളും അതേപോലെ തന്നെ നമുക്കൊരു വാസസ്ഥലം, നമുക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു വാസസ്ഥലം ലഭിക്കണം എന്നും ഉള്ള ഒരു ആഗ്രഹത്തോടെയാണ് എല്ലാവരും വീട് വയ്ക്കുന്നത്. വീടിനോടുള്ള ആഗ്രഹവും, ഒരു റൂമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഇന്നതുപോലെ പണിയണം, ഇന്നതുപോലെ കബോർഡ് വർക്ക് ചെയ്യണം, ഇന്നതുപോലെ ആയിരിക്കണം, അതേപോലെയൊക്കെയുള്ള ഒരുപാട് ആഗ്രഹങ്ങളോട് കൂടിയാണ് വീട് പണിയുന്നത്. ആളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് ഗ്രാനൈറ്റ്, അതേപോലെ തന്നെ ടൈലും എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട് പണിയുമ്പോഴത്തേക്ക് ഒരുപാട് ആഗ്രഹങ്ങളിലാണ് നമ്മൾ. കാരണം ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം, നമ്മളോട് സംശയങ്ങളും ഒക്കെ ചോദിച്ച് ഈ ഗ്രാനൈറ്റില് ഞാനൊരു കഴിഞ്ഞ ദിവസം, അതായത് എനിക്ക് ഒരു 4 ദിവസം മുന്നേ ഒരു ആള് എനിക്ക് വീഡിയോ ഇട്ട് തന്നു. ഗ്രാനൈറ്റില് ഈ മീനിന്റെ ചെതുമ്പല് പോലെ പൊളിഞ്ഞ്, അതായത് നമ്മൾ പഴയ ഒരു മണലിന്റെ റഫായിട്ട് കിടക്കുന്നത് പോലെ ശരിക്ക് ഗ്രാനൈറ്റില് പോകുന്ന ഒരു, ഗ്രാനൈറ്റിന്റെ ക്ലേ പോയിട്ട് ഗ്രിപ്പായി. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ നിൽക്കും. പിന്നെ പലരും പുള്ളിക്കാരനോട് പറഞ്ഞു അത് മെഷീൻ അടിച്ച് പോളിഷ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ താൽക്കാലികമായിട്ട് മെഷീൻ അടിച്ച് പോളിഷ് ചെയ്തെന്നിരിക്കട്ടെ, ഈ ഒരു 2 mm വരെ ഇതിൽ നിന്ന് കുഴിയായിട്ട് പോയിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും മെഷീൻ അടിച്ച്, നമ്മുടെ നോർമൽ മെഷീൻ അടിച്ചൊന്നും ഒരിക്കലും ക്ലിയർ ആക്കാനായിട്ട് സാധിക്കില്ല. അതെന്തുകൊണ്ടാണ് അത് വരുന്നത് എന്ന് വെച്ചാൽ, കടുപ്പം കുറഞ്ഞ ഗ്രാനൈറ്റ്, അതായത് നമ്മുടെ കേരളത്തിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലുകൾക്ക് ബലക്കുറവുണ്ട്. അപ്പം അത് നമുക്ക് അധികം നമുക്ക് ഫ്ലോറിൽ വിരിക്കാനായിട്ടുള്ള ഈ ഇതേപോലെ ഒരു 15 mm തിക്നെസ്സിൽ അല്ലെങ്കിൽ ഒരു 10 mm തിക്നെസ്സിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കില്ല, കാരണം പൊട്ടിപ്പോകും. അപ്പൊ അതിനോട് ഇച്ചിരി കടുപ്പം കൂടിയ കല്ലുകൾ, അതായത് നമ്മൾ ഫ്ലോറിൽ വിരിക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഹാർഡായിട്ടുള്ള ഗ്രാനൈറ്റ് അല്ലെങ്കിൽ മാർബിൾ ടൈല് വേണം നമുക്ക് വിരിക്കാനായിട്ട്. അപ്പോൾ കടുപ്പം കുറഞ്ഞ ഗ്രാനൈറ്റുകൾ നമുക്ക് ഒരിക്കലും വീടിന് വേണ്ടി ചൂസ് ചെയ്യാതിരിക്കുക. കാരണം അതൊരു 2 അല്ലെങ്കിൽ ഒരു 3 വർഷം കഴിയുമ്പോൾ നമ്മൾ ഉപയോഗം വരുന്നതനുസരിച്ച്, അല്ലെങ്കിൽ വെയിലടിച്ചു കഴിഞ്ഞാലും അതിന്റെ കടുപ്പം കുറഞ്ഞ ഭാഗങ്ങൾ, അതായത് ഇപ്പോഴത്തെ പ്ലാസ്റ്ററിങ് സിമെന്റ് കുറവുകൊണ്ട് വരുന്ന പോലെ പൊളിഞ്ഞതുപോലെ ഇതും ഗ്രാനൈറ്റും പൊളിഞ്ഞു പോകുന്നു. അപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ ഓഫറുകളിൽ വിൽക്കുന്നുണ്ട് ബാംഗ്ലൂർ ഗ്രാനൈറ്റ്. ജിഗിനി പോലെയുള്ള മാർക്കറ്റിൽ നിന്നും ഏറ്റവും ബൾക്കായിട്ടുള്ള, കുറഞ്ഞ റേറ്റ് വരുന്നത്, ബൾക്കായിട്ട് റേറ്റ് കുറച്ച് തരാം ഓർഡർ ഉണ്ടെങ്കിൽ നിന്നും പറഞ്ഞ് ആളുകളെ ഒരുപാട് പേര് പറ്റിക്കും. കാരണം ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ, യൂട്യൂബർമാരായാലും ഒരുപാട് വീഡിയോ ഇട്ട് പ്രചരിപ്പിച്ച് നിങ്ങളത് ഒന്നും കേൾക്കാതെ ഓടിപ്പോയി ചാടി കഴിഞ്ഞാൽ ഒരു സാധനവും നമുക്ക് ആരും ഫ്രീ ആയിട്ട് തരത്തില്ല എന്നുള്ളൊരു നമ്മുടെ കയ്യിൽ ഉൾക്കൊണ്ടേ പറ്റൂ. കാരണം പൈസ നമ്മൾ എത്രത്തോളം കാശ് കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെതായ രീതിയിൽ നമുക്ക് അതിന്റെ ഒരു ക്വാളിറ്റി നമുക്കത് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് ഏതൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ സാധിക്കും. അപ്പോൾ ഒരുപാട് യൂട്യൂബർമാര് ഇതിനെപ്പറ്റി വീഡിയോ ഒക്കെ ഇടുന്നത് 50% ഓഫർ, 100 രൂപയിൽ താഴെ ഗ്രാനൈറ്റ്, ഇത് ഇത്രയൊക്കെ ബൾക്കായിട്ട് വെയിറ്റിൽ ഒരിക്കലും ഗ്രാനൈറ്റ്, നല്ല ക്വാളിറ്റിയുള്ള ഗ്രാനൈറ്റ് നമുക്ക് ഒരിക്കലും കിട്ടില്ല. കാരണം ഒരു 150 രൂപ അതിന് മേളിലോട്ടുള്ള ഗ്രാനൈറ്റ് മാത്രം നോക്കി നമ്മൾ ഗ്രാനൈറ്റ് ചൂസ് ചെയ്യണം എന്നുള്ളവർ ഗ്രാനൈറ്റ് 150 രൂപ മേളിലേക്കുള്ള ഗ്രാനൈറ്റ് നോക്കിയാൽ മതി. എന്നാലേ നമുക്കൊരു നല്ലൊരു ഫ്ലോർ വിരിക്കാനായിട്ട്, വീട് നിൽക്കുന്ന ഫ്ലോർ വിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ 150 രൂപയ്ക്ക് ഇവിടെ കിട്ടുന്നതും അവിടെ നമ്മൾ ഇപ്പം ജിഗിനി മാർക്കറ്റ് പോലുള്ള വലിയ മാർക്കറ്റിൽ പോയി എടുക്കുമ്പോഴത്തേക്ക് സ്ക്വയർ ഫീറ്റിന് ഒരു 10 അല്ലെങ്കിൽ ഒരു 15 രൂപയുടെ വേരിയേഷൻ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടിങ് ചാർജ്, ലോഡിങ്, അൺലോഡിങ്, നമ്മുടെ ചെലവ്, അപ്പൊ ഇതൊക്കെ കൂട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു മാർജിൻ മാത്രമാണ് ലാഭമായിട്ട് കിട്ടുകയുള്ളൂ. നേരെ മറിച്ച് ഏറ്റവും കുറഞ്ഞ ഗ്രാനൈറ്റ്, അതായത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നല്ല പക്കയായിട്ട് തോന്നും, മൾട്ടി കളർ കയറ്റുന്ന ഗ്രാനൈറ്റുകളുണ്ട്. ഈ വീഡിയോ ഇടുന്നതിലും പലതിലും അവർ കംപ്ലൈന്റ് ഉള്ള ഗ്രാനൈറ്റുകൾ മാത്രം കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ട് അതിൽ നല്ല ഗ്രാനൈറ്റുകളൊന്നും തന്നെ 1-2 സെലക്ഷനോ ഉണ്ടാവുക, അതിന് നല്ല വിലയായിരിക്കും. എന്നിട്ട് ക്രാക്ക് കണ്ട് അപ്പുറം വെള്ളം ഒഴിക്കുക, ഇപ്പുറം വെള്ളം ഒഴിക്കുക. ഇതൊക്കെ ഒരു അറിയാവുന്ന ഒരാളെ കൊണ്ട് നിങ്ങൾ ഗ്രാനൈറ്റ് എടുപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാശ് നഷ്ടമാവില്ല. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളെ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ചെറിയ ലാഭം നോക്കിയിട്ട് നമ്മുടെ വീട് റീവർക്ക് ചെയ്ത് ഒരുപാട് നഷ്ടത്തിലേക്ക് കൂപ്പുകൂട്ടും, ഒരുപാട് നഷ്ടത്തിലേക്ക് അത് വരത്തുള്ളൂ എന്നുള്ളത് നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും തന്നെ ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ ഒരു വീടുണ്ടാക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറഞ്ഞ വിലയിൽ ഒരു സാധനവും കിട്ടില്ല. നല്ല വില കൊടുത്ത് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട് നല്ല ഈടായിട്ട് നിൽക്കുന്നതാണ്.
അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു നമ്മൾ വേറൊരു യൂട്യൂബർ വീഡിയോ ഇട്ടു. അപ്പോൾ ഒരുപാട് ഡാമേജ് ഗ്രാനൈറ്റുകളൊക്കെ ഇതിലിട്ടിട്ട് ക്വാളിറ്റി ഉള്ളത് 1-2 ഗ്രാനൈറ്റുകൾ മാത്രമാണ് കാണിച്ചത്. അപ്പോൾ അതിന് ഞാനൊരു കമന്റ് ഇട്ടതിൽ എന്നെ തെറിയ അഭിഷേകം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആളാണ്, നമ്മളും ഒന്നും വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മള് പുള്ളിക്കാരൻ അങ്ങോട്ട് ഷൗട്ട് ചെയ്തില്ല, ഇങ്ങോട്ട് ഷൗട്ട് ചെയ്താൽ നമ്മളോട്ട് വിടുകയില്ല. അപ്പൊ അതേപോലെ അത് ആ പുള്ളിക്കാരൻ നിങ്ങൾ അറിയാവുന്ന ആളാണ്, യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആളാണ്. പക്ഷെ നമ്മൾ പൈസ മേടിച്ച് വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോ എത്രത്തോളം നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി ചേർന്ന് പെട്ടെന്ന് ചാടിയിട്ട് വെറുതെ വിടുവാ വർത്താനം പറഞ്ഞ് ആളെ പറ്റിക്കുന്ന ഒരു ഉറപ്പാടാണ് നല്ലതല്ല. അതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. അതുപോലെ തന്നെ ഞാനൊരു 3 മാസം മുന്നേ ഒരു പഴയൊരു അതൊരു ഏകദേശം ഒരു 5 വർഷം 6 വർഷം ആയി എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. നമ്മുടെ വേറൊരു സുഹൃത്ത് പറഞ്ഞിട്ട് പോയി നോക്കിയതാണ്. അത് 2500 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. ആ വീട് മൊത്തം ഗ്രാനൈറ്റ് ആണ്, 2 നിലയാണ്. അപ്പൊ താഴത്തെ നിലയും നല്ല സ്റ്റെയറും മുകളിലെ നിലയും എല്ലാം സിറ്റൗട്ട് ഉൾപ്പെടെ ഫുള്ള് ക്വാളിറ്റിയുള്ള ഗ്രാനൈറ്റ് ആണെന്നും പറഞ്ഞ് എടുപ്പിച്ച കടക്കാരൻ ഉൾപ്പെടെ എടുത്തതാണ്. ഇപ്പൊ കുറെ നാളുകളായിട്ട് തന്നെ, അതായത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് വന്നു തുടങ്ങി. ഒരുപാടായപ്പോഴത്തേക്കാണ് സംഭവം പിടികിട്ടി, നമ്മൾ പറ്റിപ്പെട്ടു എന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഒരുപാട് പിടിയായിട്ടിരിക്കുന്നു. അപ്പൊ ഇത് എങ്ങനെയും ഒന്ന് പോളിഷ് ചെയ്ത് ക്ലിയർ ആക്കി തരാമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഗ്രാനൈറ്റിന്റെ ക്വാളിറ്റി കുറവാണ് മെയിനായിട്ട്. അപ്പൊ ക്വാളിറ്റി കൂടിയത് നമുക്ക് തന്നാണ്, നല്ല ഇത്ര രൂപയായിട്ടുണ്ട്, നല്ല വിലയ്ക്ക് നമ്മൾ അന്ന് എടുത്തതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറ്റിച്ചായിട്ട് അറിഞ്ഞില്ല. ഇട്ട സമയത്തൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്ന് അവർ പറയുണ്ടായി. അപ്പൊ ഇതേപോലെയാണ് എല്ലാം. ചെറിയ റേറ്റ് നോക്കിയിട്ട് അതിന് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് മേടിക്കാനായിട്ട് ഏതൊരു സംഭവമായാലും. അപ്പൊ അതേപോലെ തന്നെ ഞാൻ അവരോട് പറഞ്ഞു, തൽക്കാലത്തേക്ക് നമ്മളിപ്പം റെഡിയാക്കി തന്നെങ്കിൽ ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ അത് വീണ്ടും ചെറുമ്പൊരു പോലെ പൊളിഞ്ഞ് വന്നുകൊണ്ടിരിക്കും വീണ്ടും. അതുമല്ല ഇതിങ്ങനെ ചെയ്യൊരു ഇപ്പോഴത്തെ രീതിക്ക് ഒന്ന് ക്ലിയർ ആക്കി എടുക്കുന്ന ഒരു ബഡ്ജറ്റ് തന്നെയാണ്. അപ്പം ഏറ്റവും ശാശ്വതമായെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഒരിതുണ്ട്, ആ ഗ്രാനൈറ്റിന്റെ മുകളിൽ ഗ്രാനൈറ്റ് ഒട്ടിക്കാൻ ഏറ്റവും നല്ലത് പൊളിച്ച് കളഞ്ഞിട്ട് രണ്ടാമത് ഒന്നെങ്കിൽ ടൈലല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഗ്രാനൈറ്റ് നല്ലത്. അപ്പോ നമ്മൾ ഇതേപോലെയുള്ള വഞ്ചനകളിലൊന്നും പോയി ചാടാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളിൽ ഈ വീഡിയോയിലൂടെ എത്തിക്കാനുള്ളത്. അപ്പോ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ ചേർക്കുന്നതാണ്. കേരളത്തിലെ ഉടനീളം എവിടെയായാലും നമ്മൾക്ക് നമ്മുടെ സർവീസ് ലഭ്യമാണ്. നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങൾ, ഇപ്പം എനിക്ക് വർക്ക് തന്നില്ല എന്നോർത്ത് നിങ്ങൾക്ക് സംശയങ്ങൾ എന്നോട് ചോദിക്കുന്നത് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം എൻ്റെ അടുത്ത് ഒരുപാട് പേര് സംശയങ്ങളൊക്കെ വിളിച്ച് ചോദിക്കാറുള്ളതാണ്. അപ്പൊ അതിന്റെ സംശയങ്ങൾ എന്ത് തന്നെയാണ് മറുപടി തരുന്നതായിരിക്കും. അപ്പൊ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അടുത്ത വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ബൈ.